രാവിലെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത്. നമുക്കൊരു 10-15 മിനിറ്റ് മാത്രം മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. 1 കപ്പ് റവ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ല മഷി പോലെ അരച്ചിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ചെറിയൊരു ഉള്ളി മതി. അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെ മാവ് ലൂസായി പോകരുത്. ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മൾ ദോശമാവിനെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു കട്ടിയിൽ വേണം കേട്ടോ റെഡിയാക്കാൻ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ 3-4 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് 1.5 തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചെറിയ തീയിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. 1 മിനിറ്റ് ആകുമ്പം ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അത്രയും സിമ്പിളാണ്. നമുക്ക് 2 സൈഡും ഇതേപോലെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ എടുക്കാം. അതല്ലെങ്കിൽ കടുകെല്ലാം വറുക്കുന്ന ചെറിയ ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പാലപ്പല്ലാം ഉണ്ടാക്കുന്ന ചട്ടി എടുത്താലും മതി. പിന്നെ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇത് വേഗം തന്നെ റെഡിയായി കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. നമുക്ക് രാവിലെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്.